തൃശൂർ ജില്ലയിൽ കുന്നംകുളത്തിനടുത്ത് കടലോരത്ത് നിന്ന് കിഴക്കുമാറി ഉയർന്നു നിൽക്കുന്ന ഒരു ചെറിയ ഗ്രാമമാണ് ചാട്ടുകുളങ്ങര, ഇന്നത്തെ ആർത്താറ്റ്. ഭാരതീയ ക്രൈസ്തവ സഭയോളം തന്നെ ചരിത്ര പാരമ്പര്യമുള്ള സമൂഹമാണ് വിവിധ ക്രൈസ്തവ സഭകളുടെ ദേവാലയങ്ങൾ സ്ഥിതി ചെയ്യുന്ന ആർത്താറ്റിലുള്ളത്. ക്രിസ്തുവിന് മുമ്പ് തന്നെ മലബാർ തീരം ലോകത്തിന്റെ പല ഭാഗങ്ങളുമായി പ്രധാനമായി അറബികൾ, ജൂതന്മാർ, എസ്എൻഎസുകാർ എന്നിവരുമായും വ്യാപാര ബന്ധം നിലനിന്നിരുന്നു. കുരുമുളക്, കറുവപ്പട്ട, ചുക്ക് തുടങ്ങിയ സുഗന്ധവ്യഞ്ജനങ്ങളാണ് പ്രധാനമായും വ്യാപാരം ചെയ്തിരുന്നത്. അന്നത്തെ ചാട്ടുകുളങ്ങര കമ്പോളം സുഗന്ധവ്യഞ്ജനങ്ങളുടെ വലിയ ഒരു വ്യാപാര കേന്ദ്രമായിരുന്നു. AD 52 മാർ തോമസ് ലീഹ ഭാരതത്തിൽ സുവിശേഷ പ്രഘോഷണത്തിനായി മലബാറിലെ പ്രസിദ്ധ തുറമുഖമായ മുസീരിസിൽ, ഇന്നത്തെ കൊടുങ്ങല്ലൂരിൽ വന്നിറങ്ങി. തന്റെ സുവിശേഷ യാത്രക്കിടെ അപ്പോസ്തലൻ അന്നത്തെ പ്രമുഖ വാണിജ്യ കേന്ദ്രങ്ങളിലൊന്നായ ചാട്ടുകുളങ്ങരയിലേക്കും എത്തി. അവിടെ താമസിച്ചിരുന്ന തദ്ദേശീയ ജൂതന്മാരെയും വ്യാപാര സമൂഹങ്ങളെയും സന്ദർശിച്ച് സുവിശേഷം പ്രസംഗിച്ചു. പ്രാർത്ഥിക്കുവാൻ അപ്പോസ്തലൻ ചാട്ടുകുളങ്ങരയിലെ ഉയർന്ന പ്രദേശമായ ഇന്ന് ആർത്താറ്റ് പള്ളി സ്ഥിതി ചെയ്യുന്ന കുന്നിൻ മുകളിൽ വരികയും ക്രിസ്തു ശിഷ്യന്മാരുടെ ഒരു സമൂഹത്തിന് രൂപം കൊടുക്കുകയും ചെയ്തു. അപ്പോസ്തലൻ രൂപം കൊടുത്ത ആദിമ ക്രൈസ്തവ സമൂഹം പ്രാർത്ഥിക്കാനായി സ്ലീഹ പ്രാർത്ഥിച്ചിരുന്ന സ്ഥലത്ത് ഒത്തുകൂടിയിരുന്നു. കാലക്രമേണ ഈ വിശ്വാസ സമൂഹം വളർന്നു. 3-ാം നൂറ്റാണ്ടിന്റെ അവസാനത്തിൽ ഇവിടെ ഒരു ആരാധനാലയം രൂപം കൊണ്ടു. ആ കാലത്ത് ഈ ദേവാലയം ചാട്ടുകുളങ്ങര പള്ളി എന്ന് അറിയപ്പെട്ടിരുന്നു. മാർ തോമസ് ലീഹായാൽ സ്ഥാപിതമായ ഇന്നത്തെ ആർത്താറ്റ് മുത്തപ്പന്റെ കുരിശിന്റെ പള്ളി. വിശ്വാസികളുടെ എണ്ണം വർദ്ധിച്ചതോടെ കൂടുതൽ വലിയൊരു ആരാധനാലയം ആവശ്യമായി വന്നു. കുരിശുപള്ളിയുടെ പുറകിലായി 10-ാം നൂറ്റാണ്ടിന്റെ ആരംഭത്തിൽ ദേവമാതാവിന്റെ നാമധേയത്തിൽ മറ്റൊരു ആരാധനാലയം നിർമ്മിക്കപ്പെട്ടു. ഈ പള്ളിയാണ് ഇന്നത്തെ ആർത്താറ്റ് ഓർത്തഡോക്സ് കത്തീഡ്രൽ ചർച്ച്. ദേവമാതാവിനോടുള്ള വണക്കം പുരാതന കാലം മുതൽ ഇവിടെ നിലനിന്നു വരുന്നു. 1498 വാസ്കോഡ ഗാമയുടെ വരവോടെ മലബാറിലെ വ്യാപാര നിയന്ത്രണം പതുക്കെ പോർച്ചുഗീസുകാരുടെ കൈകളിലേക്ക് മാറി. അവർ തദ്ദേശീയ ക്രൈസ്തവരുടെ ആത്മീയ കാര്യങ്ങളിലും ഇടപെടാൻ തുടങ്ങി. ഇതോടെ വിദേശ മിഷണറിമാരും തദ്ദേശീയ മാർത്തോമ ക്രിസ്ത്യാനികളും തമ്മിൽ വലിയ കലഹങ്ങൾ രൂപപ്പെട്ടു. പിന്നീട് ഇത് കൂനം കുരിശ് സത്യത്തിലേക്കും ക്രൈസ്തവ സമൂഹത്തിന്റെ വിഭജനത്തിലേക്കും നയിച്ചു. ഈ ഭിന്നിപ്പ് അന്നത്തെ മാർത്തോമ ക്രിസ്ത്യാനികളുടെ പ്രസിദ്ധ കേന്ദ്രമായ ചാട്ടുകുളങ്ങരയിലും ശക്തമായി പ്രതിഫലിച്ചു. ചാട്ടുകുളങ്ങരയിലെ ക്രിസ്ത്യാനികൾ നേരിടേണ്ടി വന്ന മറ്റൊരു പ്രധാന പ്രതിസന്ധിയായിരുന്നു ടിപ്പുവിന്റെ ആക്രമണം. ടിപ്പുവിന്റെ ആക്രമണത്തിൽ ചാട്ടുകുളങ്ങര കമ്പോളം നശിക്കുകയും വലിയ പള്ളിക്ക് സാരമായ കേടുപാടുകൾ സംഭവിക്കുകയും ചെയ്തു. ആക്രമണ ഭീതിയിൽ പല കുടുംബങ്ങളും നാട്ടുരാജാവായ ചിറളയം രാജയെ അഭയം തേടി. രാജാവ് അവരെ തന്റെ രാജ്യത്ത് കുരിശാകൃതിയിൽ നിർമ്മിച്ച ഒരു അങ്ങാടിയിൽ കുടിയിരുത്തി. ഈ അങ്ങാടിയാണ് ഇന്നത്തെ കുന്നംകുളം വലിയങ്ങാടി. വിശ്വാസത്തെ പ്രതിയുള്ള ഭിന്നിപ്പ് മൂലം തർക്കങ്ങൾ ഉയർന്നപ്പോൾ നാട്ടുപ്രമാണികൾ അന്നത്തെ കൊച്ചി രാജാവായ ശക്തൻ തമ്പുരാനെ പള്ളിത്തർക്കം ഉണർത്തിക്കുകയും അദ്ദേഹം പ്രശ്നം തീർക്കാൻ ഇടപെടുകയും ചെയ്തു. ശക്തൻ തമ്പുരാൻ നേരിട്ട് ആർത്താറ്റ് പള്ളിയിലേക്ക് എത്തി പള്ളിയുടെ വകകൾ രണ്ടായി പങ്കുവയ്ക്കാൻ തീരുമാനിച്ചു. ഒരു വിഭാഗത്തിന് ദേവമാതാവിന്റെ പള്ളിയും മറ്റേ വിഭാഗത്തിന് കുരിശിന്റെ പള്ളിയും ലഭിക്കുന്ന വിധത്തിൽ നറുക്കെടുത്തു. ഇതിനെ തുടർന്ന് കുരിശിന്റെ പള്ളി പഴയ കൂറ്റുകാരായ റോമൻ കത്തോലിക്ക വിഭാഗക്കാർക്കും ദേവമാതാവിന്റെ നാമധേയത്തിലുള്ള പള്ളി പുത്തൻ കൂറ്റുകാർക്കും ലഭിച്ചു. ഇതിനുശേഷം കുരിശിന്റെ പള്ളിയുടെ ഇടതുവശത്തായി വലിയ പള്ളിയുടെ നിർമ്മാണം ആരംഭിക്കുകയും 1827 പണി പൂർത്തിയാക്കുകയും ചെയ്തു. ഈ പണി പൂർത്തിയാക്കുവാൻ ശക്തൻ തമ്പുരാൻ മരവും മറ്റ് സാമഗ്രികളും നൽകി സഹായിച്ചു. തൃശൂർ അതിരൂപതയിലെ വിശുദ്ധ കുരിശിന്റെ നാമധേയത്തിലുള്ള ഏക ഇടവകയാണിത്. വളർച്ചയുടെ വിവിധ ഘട്ടങ്ങളിൽ മാതൃദേവാലയമായ ആർത്താറ്റിൽ നിന്ന് നിരവധി പുതിയ ഇടവകകൾ രൂപം കൊണ്ടു. കോട്ടപ്പടി, അഞ്ഞൂർ, വൈലത്തൂർ, ചിറളയം, ചൊവ്വന്നൂർ, പുതുശ്ശേരി, പാറന്നൂർ, ചെമ്മണ്ണൂർ, ഗുരുവായൂർ എന്നീ ഇടവകകൾ ഇവയിൽ ഉൾപ്പെടുന്നു. ആർത്താറ്റിൽ ക്രൈസ്തവ വിശ്വാസത്തിന്റെ ആദ്യകാലങ്ങളിൽ കാലികളെ മേയ്ക്കുന്നതിനും ആവശ്യമായ പുല്ലരിയുന്നതിനും എത്തിയിരുന്നവരിൽ ഒരാൾ തന്റെ അരിവാൾ മൂർച്ച കൂട്ടുന്നതിനായി പാറപ്പുറത്ത് ഉരയ്ക്കുകയും തൽക്ഷണം പാറപ്പുറത്തു നിന്ന് കുരിശാകൃതിയിൽ രക്തം പൊടിയുകയും ചെയ്തു. ഈ പാറ അപ്പോസ്തലനായ വിശുദ്ധ തോമസ് ലീഹ ഒരിക്കൽ പ്രാർത്ഥിച്ചിരുന്ന അതേ പാറയുടെ ഭാഗമാണെന്ന് വിശ്വസിച്ചു പോരുന്നു. കുരിശുപള്ളിയുടെ ആൾത്താരയ്ക്ക് പുറകിലായി സമ്പൂജ്യമായി സൂക്ഷിച്ചിരിക്കുന്ന ഈ പാറ രക്തകുരിശുപാറ എന്ന് അറിയപ്പെടുന്നു. സുറിയാനി കത്തോലിക്കരുടെ ഇടയിൽ പുരാതന കാലം മുതൽ തന്നെ കൊണ്ടാടിയിരുന്ന തിരുനാളാണ് പുതുനായ തിരുനാൾ. ആർത്താറ്റിലെ ഈ തിരുനാളിൽ ധാരാളം തീർത്ഥാടകർ കാളവണ്ടിയിലും കാൽനടയായും എത്തിച്ചേർന്ന് 2-3 ദിവസം താമസിച്ച് വഴിപാടുകൾ നിറവേറ്റി മടങ്ങുന്ന പതിവുണ്ടായിരുന്നു. തിരുനാൾ ദിനത്തിൽ മുട്ടിലിഴഞ്ഞ് പ്രാർത്ഥിക്കുന്ന പൂർവിക പാരമ്പര്യം ഇന്നും അനുഷ്ഠിച്ചു പോകുന്നു. ആർത്താറ്റ് പള്ളിക്കുന്ന് 3 തവണ കയറി മുത്തപ്പനെ വണങ്ങിയാൽ ഉദ്ദിഷ്ട കാര്യങ്ങൾ സാധിക്കുമെന്ന് ഇന്നും അക്രൈസ്തവർ പോലും വിശ്വസിക്കുന്നു.
മാർത്തോമാ സ്ലീഹായാൽ ദീപ്തമായ ആർത്താറ്റിലെ വിശ്വാസദീപം നൂറ്റാണ്ടുകളിലൂടെ തീക്ഷ്ണത നഷ്ടപ്പെടാതെ ഇന്നും കെടാതെ കത്തിജ്വലിക്കുന്നു.